welcome back to my YouTube channel. This is me, Arsha. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഇവിടെ തോപ്പുംപടിയിൽ അമ്പലത്തിൽ ഉത്സവം പ്രമാണിച്ച് നമ്മളൊരു ഡാൻസ് കളിക്കാൻ പോവുകയാണ്. ഭരതനാട്യം ഡാൻസ് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ നിന്നാണ് നമ്മളത് ചെയ്യുന്നത്. എല്ലാ കൊല്ലവും ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ കുറേ വട്ടമായി ചെയ്ത് കുറേ കൊല്ലങ്ങളായി ചെയ്തിട്ട്. സോ ഈ പ്രാവശ്യം ചെയ്യാൻ പോവുകയാണ്. ആൻഡ് റെഡി ആവാൻ വേണ്ടി 1 o'clock വരാൻ പറഞ്ഞിട്ട് ഇറ്റ്സ് ഓൾറെഡി 2:45. അപ്പം ഇനി അവിടെ ചെന്നിട്ട് എല്ലാവരുടെയും വായിരിക്കണം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേസിക്കലി പോകുന്നത്. അപ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്യുന്നത് എൻ്റെ സ്വന്തം ഡാഡിയാണ്. അച്ഛാ ഹായ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് ഡ്രസ്സിങ് മേക്കപ്പ് എല്ലാം ചെയ്യണം. നമുക്കൊരു 7 o'clock പരിപാടി. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ആ ഒരു കുട്ടി ജേർണിയാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരിയൊക്കെ ആയി പോയിട്ട് വരാം. ഓക്കെ, ബൈ. അങ്ങനെ അച്ഛൻ എന്നെ ഡ്രോപ്പ് ചെയ്ത് ഒരു ഭയവും പറഞ്ഞു. അച്ഛനെ ഞാൻ പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന് നോക്കുമ്പോൾ അതെല്ലാവരും മേക്കപ്പ് ഒക്കെ ഇട്ട് ഹെയറൊക്കെ കെട്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും ടൈം വേസ്റ്റ് ആക്കാണ്ട് അവിടെ പോയിരുന്ന് ഹെയറൊക്കെ കെട്ടി. അപ്പോൾ കുട്ടി ഇട്ടതിന് ശേഷം ഇനി കണ്ണൊക്കെ എഴുതാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. പിന്നെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഹെയർ സ്റ്റൈൽ ഞാൻ അത്ര പ്രിഫർ ചെയ്യുന്നില്ല. ബിക്കോസ് എൻ്റെ ഫേസിൻ്റെ ഷേപ്പ് ഒരു ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് മുട്ട പൊഴിഞ്ഞ ഫീലാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അൽത്ത ഇടാമെന്ന് വിചാരിച്ചു. നല്ല റെഡ് കളറായിട്ട് കാലും കൈയൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അൽത്ത ഇടാനായിട്ട്. ഞാൻ നിൽക്കുന്നതാണ് നമ്മുടെ ഇവരുടെ കണ്ണിലുണ്ണിയായ മുൻ വർഷത്തെ MG യൂണിവേഴ്സിറ്റി കലാതിലകമായ അശ്വതി ചേച്ചി. ഹായ് പറ. പിന്നെ നല്ല ഇന്റർനാഷണൽ പോസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ വഴക്കാറില്ല. പിന്നെ ഞങ്ങളെല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് ഞങ്ങൾ കുറച്ച് പേരൊക്കെ സീനിയർ സ്റ്റുഡൻസ് ആണ്. അപ്പം അതിൽ ഒത്തിരി പേര് പഠിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊന്നും ടൈം കിട്ടാറില്ല ബേസിക്കലി. സോ ഇങ്ങനൊരു അവസരം വന്നപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്തു, ഡ്രസ്സൊക്കെ ചെയ്തു, ഓർണമെൻറ്റ്സ് ഒക്കെ ഞങ്ങൾ തന്നെയായിട്ട് അങ്ങ് ഇട്ടു. ഈ കാണുന്നതൊക്കെ പ്രോഗ്രാമിന് മുമ്പുള്ള ഷോ ഓഫ് ആട്ടോ. ഇനി അവിടെ സ്റ്റേജിന്റെ മുന്നിലെത്തിയ കാണാൻ എല്ലാവരും കൂടെ ടെൻഷൻ അടിക്കുന്നത്. കുട്ടിക്ക് ഒന്നുമില്ല, ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. കുറെ നാള് കൂടി കളിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ട്. അതിന്റെ ഇതാണ് ഈ കാണുന്നത്. യക്ഷരൂപം ദശദിശി വിദിതം ഭൂമികമ്പായമാനം സംഹാരമൂർത്തി ശിരമുകുടജടാശേഖരം ചന്ദ്രബിംബം. അങ്ങനെ നമ്മുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ക്യാമറയും കൊണ്ട് വന്ന അച്ഛൻ അപ്പം ആ പരിസരത്ത് നിന്ന് ഓടും. ബിക്കോസ് ഞാൻ കുറേ ശല്യം ചെയ്യും എനിക്ക് ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ക്യാമറയും കൊണ്ട് വന്ന പുള്ളി ഇങ്ങനെയാണ്. പിന്നെ ഇതാട്ടോ ഞങ്ങളുടെ ഗുരു വിജയലക്ഷ്മി എന്നാണ് ടീച്ചറിൻ്റെ പേര്. ഞങ്ങൾ എല്ലാവരും ടീച്ചറിൻ്റെ അടുത്ത് കുഞ്ഞിലേ തൊട്ട് പഠിക്കുകയാണ്. അയ്യോ, അങ്ങനെ നമ്മൾ അറ്റ്ലാസ് വീടെത്തി. വീട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ എനിക്ക് തലേന്നൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് വലിച്ച് കളഞ്ഞാൽ മതി എന്നായിപ്പോയി. ബിക്കോസ് എനിക്ക് തല അത്ര നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇത് കഴിച്ചു കളയണം. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഗെറ്റ് അൺറെഡി വിത്ത് മീ ചെയ്താലോ എന്ന്. പക്ഷെ തുടക്കത്തിൽ ആഹ്ലാദം മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. എൻ്റെ തല വിങ്ങി വിങ്ങി പൊട്ടിയിട്ട് എനിക്കൊരു രക്ഷ ഉണ്ടായില്ല. പക്ഷെ ഞാനിത് എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്തു. ബിക്കോസ് നമുക്ക് ഇനി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിലോ.
അപ്പോൾ എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, എന്നാൽ പിന്നെ ഒരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനും കൂടെ ചെയ്തേക്കാം. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല, എന്നാലും ഫേസ് ഒക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് ടോണർ ഇടുക ആദ്യം. അതിനുശേഷം അതൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് 10% നൈസനമൈറ്റ് സെറം ഉണ്ടല്ലോ, അതും ഒന്ന് അപ്ലൈ ചെയ്യും. ടോണർ ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ചെറിയ ചെറിയ പോഴ്സ് ഉള്ളതുകൊണ്ടാട്ടോ. അതുപോലെ തന്നെ ഈ 10% നൈസിനമൈറ്റ് സീറം അത് ആക്നി സ്കാർസ്, ബ്ലെമിഷസ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ഡോണ്ട് ഫർഗെറ്റ് ടു ഹിറ്റ് ദ ബെൽ ഐക്കൺ. അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള ലിപ് ബാം ഇട്ട് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങും.